ഹലോ അസ്സാം വലൈക്കും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തന്നെ 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇളക്കാണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. സൈഡിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലോണം ഇത് പതിഞ്ഞ് വന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും. തീ ഒരിക്കലും നമ്മൾ കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് കറുത്ത കളറിലോട്ട് മാറരുത്, അപ്പോൾ കയ്പ്പ് രസമായിട്ട് വരും. ഇതിപ്പോൾ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തത്. ഇതിപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഒന്ന് മാറി നിന്നിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുഖത്തൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് പതുക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ റെഡിയായ ശേഷം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നോക്കാം. 1/2 കപ്പ് കറുത്ത മുന്തിരിയും പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് 3 ടേബിൾ സ്പൂണ്. പിന്നെ സാദാ മുന്തിരിയും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡേറ്റ്സൊക്കെ ചേർത്ത് കൊടുക്കാം, ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്ത 2 ടേബിൾ സ്പൂണ് ഓറഞ്ചിൻ്റെ പീല് വിളയിച്ചെടുത്തതാണ്. അതെന്തായാലും ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുത്തതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി ഇത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ കുറച്ച് ഗ്രാമ്പൂ പൊടിച്ചെടുത്തത് ഒരു 1/4 ടീസ്പൂൺ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും വറ്റിച്ചെടുത്താൽ മതി. ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുക. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് 2 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് ഷുഗറും കൂടി പൊടിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തണുത്ത ശേഷമാണ് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൽ ഇനി കാഷ്യൂ നട്ട്സ് 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കാഷ്യൂ നട്ട്സ് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ വെക്കാം. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇപ്പോൾ ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തുടച്ചിട്ട് നനവൊന്നൊട്ടുമില്ലാണ്ട് വേണം എടുക്കാൻ. അതിൽ 2 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് നന്നായിട്ട് 15 സെക്കൻഡോളം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പൊടിച്ച് വെച്ച ഷുഗറും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. അതൊരു 10 സെക്കൻഡൊക്കെ മതി. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു 10 സെക്കൻഡൊക്കെ അടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർത്തൊന്ന് മിക്സായി കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മൈദയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കാം. ശരിക്കും അടിയിലൊന്നും ഇല്ലാതെ വേണം നമ്മളിത് മിക്സാക്കിയിട്ട് എടുക്കാൻ. ഇപ്പം ഞാൻ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രാമ്പൂവിൻ്റെ പൗഡർ 1 ടീസ്പൂണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറായിരിക്കും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനു മുന്നേ തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നൊക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെക്കണം. ഇപ്പം ഞാൻ ടിന്നാണ് എടുത്തത്. ഇതിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ നെയ്യൊക്കെ തടവി വെച്ചതാണ്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ബാറ്ററിന് നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് കളറിൽ നമ്മൾ കാരമലൈസ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു കളറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എന്തൊക്കെയോ നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂ നട്ട്സും കറുത്ത മുന്തിരിയും കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റോളം ഇങ്ങനെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്ത ശേഷം മാത്രമാണ് നമ്മൾ ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കേക്ക് ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം മാത്രം നമുക്കിത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ബേക്കാനായിട്ട് എനിക്ക് 1 മണിക്കൂറാണ് മൊത്തത്തിൽ ടൈം കിട്ടിയത്.
പിന്നെ 45 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് ഞാനിത് കുക്കാക്കി എടുത്തത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടെന്നാണ്. കുക്കായിട്ടില്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം വീണ്ടും വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലോണം തണുത്തിട്ടുണ്ട്. ഇത് ഇന്ന് കട്ടാക്കൂല, നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. ഇപ്പോൾ ഡിമോൾഡ് ചെയ്യുന്ന തന്നെ പിറ്റേ ദിവസമാണ്. നല്ല സ്മെല്ലൊക്കെയാണ്, അടിപൊളി സ്മെല്ലാണ്. ഇനി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, കേക്കിനൊരു ക്രാക്സോ ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ലോണം തന്നെ കേക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ പുറം ഭാഗമൊക്കെ നല്ലോണം റെഡിയായിട്ടുണ്ട്. ഒട്ടും ക്രാക്സോ ഒന്നും തന്നെ ഇല്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല പഞ്ഞി പോലെയുള്ള കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ്. നമുക്കൊന്ന് ഇത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല എന്താ പറയുക, ശരിക്കും നല്ല സ്പഞ്ചാണ് കിട്ടിയത്. ഇനി ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ടാക്കിയെടുക്കാം. ഇങ്ങനെ കട്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ടാക്കിയെടുക്കാം. ഇപ്പോൾ കാണുന്നില്ലേ, നല്ല എന്താ പറയുക, ശരിക്കും ആ നട്ട്സൊക്കെ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല ശരിക്കും നല്ല സ്മെല്ലാണ്. കഴിക്കാനോ അതിലേറെ ടേസ്റ്റാണ്. ഒന്നുകൂടി നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും എന്തായാലും ഇതുണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ബേറ്ററിൻ്റെയൊന്നും ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് മിക്സിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് എടുത്തിട്ട് ഇങ്ങനെ നമ്മളടുത്ത് ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്നിങ്ങനെ പൊതിഞ്ഞ് അതിന് കണക്കായിട്ടെടുത്ത് പൊതിഞ്ഞ് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് എടുക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പീസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിനേക്കാളും ടേസ്റ്റ് കൂടി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോസൊക്കെ കണ്ട അഭിപ്രായം പറയണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.